ഖന്തഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് റസൂലും സഹാബത്തും. സമയമേറെ വൈകിയിട്ടുണ്ട്. രാത്രി ഇരുട്ടിയതുകൊണ്ട് അവർക്കെല്ലാവർക്കും നന്നായി ക്ഷീണമുണ്ട്. യുദ്ധത്തിൻ്റെയും യാത്രയുടെയും ഒക്കെ ക്ഷീണം അവരെ വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ മരുഭൂമിയിൽ അന്തിയുറങ്ങിയ ശേഷം നാളെ രാവിലെ യാത്ര തുടരാമെന്ന് റസൂലും സഹാബത്തും തീരുമാനിക്കുന്നു. അങ്ങനെ നിബിതങ്ങൾ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമുക്കെല്ലാവർക്കും ഇന്ന് മരുഭൂമിയിൽ വിശ്രമിക്കാം. ബിലാൽ നാളെ സമയമാകുമ്പോൾ, സുബഹിയുടെ സമയമാകുമ്പോൾ നമ്മെ വിളിച്ചുണർത്തിക്കോളും. ബിലാൽ അങ്ങ് ഉറങ്ങരുത്, എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ഒരുപക്ഷെ സുബഹിയുടെ സമയത്ത് എണീച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ ഉത്തരവാദിത്തമാണ് എല്ലാവരെയും വിളിക്കുക എന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവും അത് സമ്മതിക്കുന്നു. അന്ന് രാത്രി മുഴുവൻ ബിലാൽ ബിൻ റബാഹ് തങ്ങൾ ഖിയാമുൽ നിസ്കരിച്ചുകൊണ്ട്, രാത്രി നിസ്കരിച്ചുകൊണ്ട് സമയം തള്ളി നീക്കുന്നു. സഹാബത്തും നിബിതങ്ങളുമെല്ലാം നന്നായി ഉറങ്ങി, എല്ലാ ക്ഷീണവും അകറ്റി. അങ്ങനെ സുബഹിയുടെ തൊട്ട് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വല്ലാതെ ക്ഷീണം വന്നപ്പോൾ ഒരൊട്ടകത്തിന് പുറത്തു കയറി ചെറുതായി ഒന്ന് വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ ഒട്ടകത്തിന്റെ മുകളിൽ കയറിയത് കൊണ്ടും ക്ഷീണിച്ച അവശനായതുകൊണ്ട് അറിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോകുന്നു. പിന്നീട് സുബഹിയുടെ സമയം കഴിഞ്ഞ ശേഷമാണ് അവർ ഉറക്കമുണർന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവോ സഹാബത്തോ ആരും സുബഹിയുടെ സമയത്ത് എണീറ്റതേയില്ല. സുബഹിയുടെ സമയത്തിന് ശേഷം ആദ്യം എണീറ്റത് നബിതങ്ങളാണ്. നബിതങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഏയ് ബിലാൽ, എന്തേ ഞങ്ങളെ വിളിക്കാതിരുന്നത്? അപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞു, നബിയെ, അങ്ങേ ഉറക്കു ബാധിച്ച പോലെ ഞാനും അറിയാതെ ഉറങ്ങിപ്പോയി നബിയെ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. സാരമില്ല ബിലാൽ. അങ്ങനെ കുറച്ചല്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അവിടെ വെച്ച് സുബ്ഹ് നിസ്കരിച്ചു നബിതങ്ങളും സഹാബത്തും. ഒരിക്കൽ പോലും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കയർത്തില്ല നബി. ഒരിക്കൽ പോലും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇതിൻ്റെ പേരിൽ ശകാരിച്ചില്ല നബി. ബിലാൽ തങ്ങളോട് വേണമെങ്കിൽ കയർത്ത് സംസാരിക്കാമായിരുന്നു. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് കർക്കശത്തോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിച്ചുകൂടെ ബിലാൽ എന്ന് നിബിതങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ ബിലാലിനും ഉറക്കുബാധിച്ചതാണെന്ന്, ബിലാലിനും ക്ഷീണമുണ്ടായിരുന്നതാണെന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ കയർക്കാതിരിക്കാൻ, ഒരാളുടെ അവസ്ഥാന്തരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനും അവരോട് ഇടപഴകാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിരുന്നു. അത് വല്ലാത്തൊരു ഗുണവിശേഷം തന്നെയാണ്.